വെണ്ണക്കള്ളനായിരുന്ന കണ്ണനെ കൊടുക്കാൻ ഗോപികമാർ പലപ്പോഴും തന്ത്രങ്ങൾ മെനയുമായിരുന്നു. പതുക്കെ വരുന്ന കണ്ണന്റെ കാലൊച്ച കേൾക്കാൻ വാതിലിന് പിന്നിൽ മണികൾ കെട്ടിത്തൂക്കും. പക്ഷെ കണ്ണൻ ആ മണികളോട് പറയും, ഞാൻ വെണ്ണ എടുക്കുമ്പോൾ നിങ്ങൾ ശബ്ദിക്കരുത്. ഭഗവാന്റെ വാക്ക് കേട്ട് മണികൾ നിശബ്ദമാകും. എന്നാൽ വെണ്ണ എടുത്തു കഴിഞ്ഞാൽ മണികൾ ഉച്ചത്തിൽ ശബ്ദിക്കാൻ തുടങ്ങും. ഗോപികമാർ ഓടി വരുമ്പോഴേക്കും വായ നിറയെ വെണ്ണയുമായി കണ്ണൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായിട്ടുണ്ടാകും. ഒരിക്കൽ ഒരു ഗോപിക കണ്ണനെ കൈയോടെ പിടികൂടി. കൈകൾ രണ്ടും വെണ്ണക്കലത്തിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് പിടിക്കപ്പെട്ടത്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞ മറുപടി അതിലും രസകരമായിരുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന വള കാണാതായി, അത് തിരയുകയായിരുന്നു ഈ കലത്തിനുള്ളിൽ. കള്ളച്ചിരി നിറഞ്ഞു നിൽക്കുന്ന കണ്ണന്റെ ആ മോഹനമുഖം ഗോപികമാർ അവോളം ആസ്വദിക്കും. അതിനിടെ കണ്ണൻ അടുത്ത വീട്ടിലേക്ക് ഓടുകയും ചെയ്യും. കേൾക്കുന്നത് പോലും പുണ്യം നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ തുടർന്നും ലഭ്യമാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.